ഒന്ന് വാന്ന് പറഞ്ഞു അനുസരണയില്ലല്ലേ കുഞ്ഞു. അത് താഴെ ചാടിയാൽ ചേച്ചിയില്ല, താഴെ കാണാം. അതാ അപ്പച്ചി എടുത്ത് ഇല്ല ചേച്ചി കളിക്കേണ്ട വിചാരം കാലം കൊടുത്തു. എല്ലാം ഉണ്ട്. അതല്ലേ അവരത്രയ്ക്ക് തിന്നുള്ളൂ. ഇച്ചി ബേബി ഈച്ച വന്നിരിക്കാൻ നോക്കണം കേട്ടോ. ആ അതല്ലേ ഇട്ടുണ്ട്. ആ അല്ലാണ്ട് ഇത് ഇച്ചിരി ബാക്കിയുണ്ട്, അതാ ഇതും കൂടെ തീർത്തേക്കാം. കണ്ടോ കണ്ടോ. അതാ നിനക്ക് മോനെ ഈച്ച നോക്കണേ. ഇതുവരെ രണ്ടുപേരും കൂടെ പാത്രത്തിലിട്ടാ തീർന്നു. ഇത് രണ്ടുപേരും ചായപ്പൊടി ഇന്ന് ഇല്ലല്ലോ, ഇച്ചിരി ഉള്ളൂ. നിജു അങ്ങനെ പറയാനില്ല. കണ്ടോ 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 കണ്ടോ, ഇത്ര പൊടിയേ ഉള്ളൂ. കണ്ടോ വീഴുന്നില്ല ഒന്നും, ഇത്രേ ഉള്ളൂ. കാണിക്കുന്ന അല്ലാണ്ട് വീഴുന്നില്ല. പറ്റിക്കുക. ഏതൂട്ടാ കഴിക്കണേ. ആർക്കെങ്കിലും ചിക്കൻ വേണോ? പിള്ളേർക്ക് ഇപ്പൊ കുട്ടി ചേട്ടനോട് ഇട്ട മോളെ അച്ഛ വേണോ? ഗ്രേവി വേണോ? ഇതും കൂടെ അങ്ങ് ഇതാക്കിയ കാലേ കൊണ്ടതാ. ഇത് നോക്കണം കേട്ടോ, കാലേ കൊള്ളുന്നുണ്ട്. പിള്ളേരെ നടക്കുമ്പോഴേ കറി തന്നില്ലായിരുന്നു, നേരത്തെ തന്നില്ലായിരുന്നു. ആ നീളം വെച്ച് ഏതുവിൻ്റെ ക്ലാസ്സിലുള്ളവർ അധികം പറയും നീളമായി. മോളിത് നോക്കണം, അതിനും ഇതിങ്ങനെ പൊത്തി വെക്കണം കേട്ടോ. എന്നെ മോളെ ചൂട് ചോറ് തരട്ടെ മോക്ക്, ചൂടെ കുറച്ചും കൂടെ കുട്ടി. മോൻ്റെ പാത്രം മുന്നിലേക്ക് ഒരു വായ ഉള്ളേ മോളുടെ. ആ കൈ കഴുകാൻ വെള്ളം തരാം. ഇത് വായിൽ മേടിച്ച് ഈ കുട്ടി ഈ ഒരു വാ മേടിച്ചേ. ഇതും കൂടെ ഒറ്റ വായ ഉള്ളൂ. എന്നാ കൈ കഴുകുമ്പോൾ വെള്ളം എടുക്കട്ടെ. എന്നാ ഇച്ചിരി തെറ്റിയെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. ബാക്കിയായ പിന്നെ ഒന്നിനും കൊള്ളൂരാന്ന് പറഞ്ഞ് ഇതാക്കിയതാ. അപ്പൊ നോക്കുമ്പോ അങ്ങ് കുറഞ്ഞു പോയി. നമ്മൾ അബുദാബി ബാബ്സ് ടെമ്പിളിൽ പോയിട്ട് അതിനുശേഷം ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ട് പോകാനാണ്. അങ്ങ് ദൂരെ ഗ്രാൻഡ് മോസ്ക് കാണുന്നുണ്ട്. ആ അങ്ങ് ദൂരെ കാണുന്നില്ലേ ഗ്രാൻഡ് മോസ്ക്? അതാ വെള്ള കളറിലുള്ളത്, അതാണ് ഗ്രാൻഡ് മോസ്ക് കേട്ടോ. ഇവിടുന്ന് ബാബ്സ് ടെമ്പിളിൻ്റെ അവിടുന്ന് 37 കിലോമീറ്ററോ 47 കിലോമീറ്റർ ഉണ്ട് ഗ്രാൻഡ് മോസ്കിലേക്ക്. നമ്മൾ ബാബ്സ് ടെമ്പിളിൽ പോയിട്ട് അവിടെ കയറി കഴിഞ്ഞിട്ട് കണ്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാർക്കിൽ കയറി ഭക്ഷണം കഴിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ പോയി ഭക്ഷണം എല്ലാം കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പണ്ട് നമ്മൾ കുറേ വട്ടം പോയിട്ടുണ്ട് ഇവിടെ ഗ്രാൻഡ് മോസ്കിനുള്ളിൽ. ആ സമയത്ത് ഇതില്ലായിരുന്നു, നമുക്ക് നേരിട്ട് അവിടെ ഉള്ളിൽ കയറി അവിടുന്ന് ഒരു ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം ലേഡീസിന് അഭയ തരും, അവരോട് ഇടാൻ വേണ്ടിട്ട്. അത് ഇട്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാമായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അത് കൊടുക്കുന്നില്ല, അത് നിർത്തലാക്കി അവര്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയിട്ട് അവിടുന്ന് അതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് കൊടുക്കുന്നത്. എൻട്രൻസ് ഉണ്ട്, അവിടുന്ന് പോകണം. പിന്നെ ഈ ഫുൾ സ്ലീവും ഇല്ലാത്തവർക്ക് ഇപ്പൊ അഭയ മേടിക്കണം നമ്മള്. അല്ലെങ്കിൽ അവിടുത്തെ കൊടുക്കുമായിരുന്നു ഇടാൻ വേണ്ടി. കണ്ടിട്ട് തിരിച്ചു വരുമ്പോ അവിടെ കൊടുത്താൽ മതി. ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഫുൾ സ്ലീവ് ഇട്ടിട്ട് വരണം, ഫുൾ സ്ലീവ് ഇടുകയും വേണം, തലയിൽ ഷോൾ ഇടുകയും ചെയ്യണം. നമ്മൾ ഇത് അഭയ വാങ്ങിക്കണം.
അഭയാന്ന് പറയുന്നില്ലേ ഇതിന്? അത് പർദ്ദയാ? രണ്ടും രണ്ടും. നമ്മൾ കയറി നോക്കി ജസ്റ്റ്, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഫുൾ സ്ലീവ് ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, കാരണം അമ്പലം കൊണ്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തിയോണ്ട് ലേറ്റ് ആയി പോയായിരുന്നു. പിന്നെ അധികം സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിന് വാങ്ങാൻ വേണ്ടി നിന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓർത്ത് ഇനി പിന്നെ വരാമെന്ന് ഓർത്തു. കുറെ ലേറ്റ് ആയിരുന്നു. നമ്മളിനി ഇത് ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടി തന്നെ ഒരു പ്രാവശ്യം പോകാം. അതെ. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയതാണ്. കുറച്ചൊരു നല്ല രസമുണ്ട്. ഒരു മാള് പോലെയാണല്ലേ? ചെറിയൊരു മോളാണ്. അപ്പൊ മോളിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറെ ഇതുണ്ട്, ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ഷോപ്പുകളുണ്ട്. ഇത് അഭയം മേടിക്കാൻ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. അതെ. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അതിനകത്തേക്ക് എൻട്രൻസ് ഉള്ളൂ ഇനി മുതല്, അല്ലേ? നല്ല ഭംഗിയല്ലേ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം കാണാൻ വേണ്ടി. അതെ. ചെസ് ബോർഡ് എല്ലാം കണ്ടോ? ആനക്കുട്ടികള്, ഒട്ടകം. ശരിക്കുള്ളതല്ല. ആനക്കുഞ്ഞ്, ഒട്ടകത്തിന്റെ കുഞ്ഞ്, വലിയ ഭരണികള്, ആനക്കൊമ്പെല്ലാം തോന്നല്ലത്. ആനക്കൊമ്പ് പോലിരിക്കുന്നൊരു കൊമ്പ്. ഏതോ ദിനോസറിന്റെ തല. ആർട്ടിഫിഷ്യൽ ആണോന്ന് അറിയില്ല, കണ്ടിട്ട് ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഗോൾഡ് ബാറുകളാ? 3D പ്രിന്ററിലല്ലടി കുഞ്ഞു പെണ്ണെ. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല രസമുണ്ടല്ലേ? ഇതാണ് പറയുന്നത് ഒട്ടകങ്ങൾ നിരനിരനിരയെന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. ഒട്ടകങ്ങൾ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ടോ? ഒട്ടകങ്ങളാണ്. ഒട്ടകവും ഒട്ടക കുഞ്ഞുങ്ങളും. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ? ഭിത്തിയിലിടുന്നതാണോ? ഭിത്തിയിൽ വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഗോൾഡൻ കളറിലല്ലേ? ഗോൾഡൻ നൂല് കൊണ്ട് തുന്നിയാക്കി. അതും വലിയതാണല്ലോ, നല്ല വലുപ്പമുണ്ട്. ഒരു ഏരിയ തന്നെ കവർ ചെയ്യുമല്ലോ ഇത് ഭിത്തിയിലിട്ടാൽ. ഉറങ്ങട്ടെ. എൻജോയ്മെന്റ് ആണല്ലോ ഇതന്നെ ഡാൻസ് ഒക്കെ. ഡാൻസ് നല്ലോണം കളിക്കേ. കട്ടൻ ചായന്റെ കുറച്ചെങ്കിലും ഇട്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്നാ മതി. അങ്ങനെ നമ്മള് ചായ ഇല്ലാതെ കേക്കൊക്കെ മുറിച്ച് തിന്നുവാണേ. നമ്മള് ഗ്രാൻഡ് മോസ്ക് കയറാൻ വന്നായിരുന്നു. പക്ഷെ ഗ്രാൻഡ് മോസ്കിൽ കയറണമെങ്കിൽ ഇവർക്ക് കൈ മറയ്ക്കുന്ന ഡ്രസ്സ് വേണമായിരുന്നു. പർദ്ദ പോലത്തെ എന്തെങ്കിലും ഫുൾ കൈ ഉള്ള ഡ്രസ്സ് വേണമായിരുന്നു. നമ്മളെ ഫുൾ കൈ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. നമ്മൾ വാങ്ങിക്കണം. നമ്മളോർത്ത് പിന്നെ ഇപ്പോഴേലും ഇനി വരുമ്പോ വാങ്ങാന്നോർത്തു. ഈ ഭാഗത്ത് നമുക്ക് ചായ കിട്ടുന്നില്ല, അതുകൊണ്ട് ചായ ഇല്ലാതെ സ്നാക്സ് മാത്രം കഴിച്ചോണ്ടിരിക്കാം. ചിപ്സ് വേണ്ട, നമ്മളെ ചിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് പഴുത്ത വാഴക്കേണ്ട ചിപ്സ് അല്ലേ? അതെ, പഴുത്തല്ലേ? അങ്ങോട്ട് പോട്ടെ നീ. ഇപ്പൊ മധുരമുള്ള നമ്മള് കഴിച്ചിട്ടേ ഇത് വരുമ്പോ അത്ര മധുരം തോന്നും. എന്നാ നോക്കട്ടെ ചിപ്സ്. നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനി വീട്ടിലേക്ക് പോവാണ് അബുദാബിന്ന്. ലൈറ്റുകളൊക്കെ നല്ല രസമല്ലേ? അങ്ങനെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിനോട് യാത്ര പറയുകയാണ്. ബൈ ബൈ ഗ്രാൻഡ് മോസ്ക്.